കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യമേറിയ നാമം ഈ പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു പ്രഭാതം കൂടെ ദൈവം നമുക്ക് ദാനമായി തന്നതിനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയാണ്. നിങ്ങളെ എല്ലാവരെയും ക്രിസ്തുയേശുവിൻ്റെ നാമത്തിൽ ഞാൻ ഈ പ്രഭാത ചിന്തയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഇന്നത്തെ പ്രഭാത ചിന്തയിൽ യാക്കോബ് അപ്പോസ്തലൻ എഴുതിയ യാക്കോബിൻ്റെ ലേഖനം അതിൻ്റെ 4-ാമത്തെ അധ്യായത്തെ ആസ്പദമാക്കിയാണ് ഈ പ്രഭാതത്തിലെ പഠനം ആരംഭിക്കുന്നത്. 1, 2, 3 അധ്യായങ്ങൾ വളരെ വ്യത്യസ്തമായ അധ്യായങ്ങളാണെങ്കിൽ ഈ 4-ാമത്തെ അധ്യായത്തിൽ അപ്പോസ്തലനായ യാക്കോബ് രേഖപ്പെടുത്തുന്നത് പ്രാർത്ഥനയുടെ ഒരു വ്യത്യസ്തമായ ഘടകം, അതായത് പ്രാർത്ഥനയുടെ ഉത്തരങ്ങൾ നമുക്ക് ലഭിക്കാത്തത് എന്തുകൊണ്ട് എന്നുള്ള ഒരു ചോദ്യവും അതിൻ്റെ മറുപടികളും ഒക്കെയാണ് ഈ 4-ാം അധ്യായത്തിൽ ലേഖകൻ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഈ 1-ാമത്തെ വാക്യം മുതൽ 3-ാമത്തെ വാക്യം വരെ നമ്മൾ വായിച്ച് പഠിക്കുമ്പോൾ അതിൻ്റെ അകത്ത് യാക്കോബ് അപ്പോസ്തലൻ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അവിടെ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്: നിങ്ങളുടെ ഇടയിൽ യുദ്ധങ്ങളും കലഹങ്ങളും എവിടെ നിന്ന്? നിങ്ങളുടെ അവയവങ്ങളിൽ യുദ്ധം ചെയ്യുന്ന സുഖങ്ങളിൽ. അപ്പോൾ ഇവിടെ അപ്പോസ്തലനായ യാക്കോബ് രേഖപ്പെടുത്തുന്ന ആ പദം നിങ്ങളൊന്ന് ശ്രദ്ധിച്ച്. നിങ്ങളുടെ ഇടയിൽ. ഈ നിങ്ങൾ എന്ന് ഉദ്ദേശിക്കുന്നത് ആരെയാണ്? നമുക്കറിയാം, ചിതറിപ്പാർക്കുന്ന 12 ഗോത്രങ്ങളെ ഉദ്ദേശിച്ചാണ് യാക്കോബ് അപ്പോസ്തലൻ ഈ ലേഖനം എഴുതുന്നതെന്ന് നമുക്ക് പ്രാരംഭ അധ്യായത്തിൽ തന്നെ കാണുവാൻ കഴിയും. ഈ 12 ഗോത്രങ്ങൾ എന്ന് പറയുന്നത് രൂബേൻ, ശിമെയോൻ, യഹൂദ, ഇസ്സാക്കർ, ദാൻ, ഗാദ്, ആശേർ, നഫ്താലി, എഫ്രൈം, മനശ്ശെ ഇങ്ങനെയുള്ള 12 ഗോത്രങ്ങളാണ്. എന്നാൽ അതിൽ ലേവി അതുപോലെ തന്നെ യോസഫ് ഇവരെ മാറ്റി നിർത്തിയിട്ടുണ്ട്. അതുകൊണ്ട് ആ ഭാഗത്തേക്ക് ഇപ്പം നമുക്ക് കടക്കേണ്ട കാര്യമില്ലല്ലോ. അവർക്ക് പകരമായിട്ടാണ് യോസഫിൻ്റെ മക്കളെ തിരഞ്ഞെടുക്കുവാൻ കാരണമായത്. അപ്പോൾ ഈ ചിതറിപ്പാർക്കുന്ന 12 ഗോത്രങ്ങൾ എന്ന് പറയുമ്പോൾ അവരെ ഉദ്ദേശിച്ചുകൊണ്ട് മാത്രമുള്ള ഒരു ലേഖനമായിരിക്കില്ല ഇത്. കാരണം ഇപ്പോൾ കൊരിന്ത്യ ലേഖനം പൗലോസ് എഴുതി, റോമയിലുള്ള വിശ്വാസികൾക്ക് റോമാലേഖനം എഴുതി, അതുകൊണ്ട് നമുക്കെന്നാ കാര്യം എന്ന് ചോദിച്ച പുള്ളികളുമുണ്ട്. പക്ഷേ ഈ ലേഖനങ്ങളുടെ ആത്യന്തികമായ ലക്ഷ്യമെന്ന് പറയുന്നത് ആ കാലഘട്ടത്തിൽ ഒതുങ്ങി നിന്ന ഒരു കൂട്ടം സമൂഹത്തെ മാത്രം നോക്കിയല്ല, മറിച്ച് വരാൻ പോകുന്നൊരു തലമുറയ്ക്കും കൂടെ ഒരു വാണിംഗ്, ഒരു സൂചന എന്ന നിലയിലാണ് ഈ ഭാഗം നമുക്ക് കാണുവാൻ കഴിയുന്നത്. ഈ നിങ്ങളുടെ ഇടയിൽ എന്ന് പറയുമ്പോൾ രക്ഷിക്കപ്പെട്ട് അഭിഷേകം പ്രാപിച്ച് ദൈവകൃപയിൽ നിൽക്കുന്ന ജനത്തിൻ്റെ നടുവിൽ എന്താണ് സംഭവിക്കുന്നത്? കലഹങ്ങൾ. ഈ 1-ാമത്തെ വാക്യം 4-ാം അധ്യായം അതിൻ്റെ 1-ാമത്തെ വാക്യം നമ്മെ പഠിപ്പിക്കുന്നത് കലഹം എന്ന വിഷയത്തെക്കുറിച്ചാണ്. സ്വന്തം സഹോദരന്മാരെന്ന് എണ്ണുന്ന വിശ്വാസ സമൂഹത്തിൻ്റെ നടുവിൽ കലഹം എവിടെ നിന്ന്? നിങ്ങൾ ശ്രദ്ധിച്ചേ, ജാതിയുടെയും മതത്തിൻ്റെയും ഒക്കെ പേരിൽ മാറ്റി നിർത്തപ്പെടുന്ന ധാരാളം വ്യക്തികൾ നമ്മുടെ നടുവിലുണ്ട്. എന്തിനേറെ കുടുംബസ്വത്തായിരിക്കുന്ന ദൈവസഭയ്ക്കകത്ത് പോലും വേറെ ഒരുവൻ ചെന്നാൽ അവന് അവിടെ സ്ഥാനം കൊടുക്കുകയോ അവിടുത്തെ അംഗത്വം കൊടുക്കാൻ പോലും ഇന്നത്തെ പല പെന്തക്കോസ് സമൂഹങ്ങൾ താല്പര്യപ്പെടുന്നില്ല എന്നുള്ളതാണ്. കാരണം വേറൊരാളെ അംഗീകരിക്കാൻ അവർക്ക് ബുദ്ധിമുട്ടാണ്. ഞാനൊരു കാര്യം പറയാം. നമ്മുടെ ഈ പഠനത്തിൻ്റെ ആരംഭത്തിൽ ഞാൻ പറഞ്ഞൊരു കാര്യമുണ്ട്. ഇന്ന്
ദൈവസഭകളിൽ നടമാടുന്ന ആത്മാവ് പരിശുദ്ധാത്മാവിൻ്റേതല്ല. അത് ലീഡേഴ്സിലാകട്ടെ, അത് ദൈവസഭകളിലാകട്ടെ, ടോട്ടൽ വിശ്വാസികളിലാകട്ടെ, ഇന്ന് വ്യാപരിക്കുന്നത് മിക്കവാറും ഭൂരിഭാഗവും ലൂസിഫറിൻ്റെ ആത്മാവാണ്. നിങ്ങൾ എന്നോട് പിണങ്ങും എന്നെനിക്കറിയാം, പറയാതിരിക്കാൻ തരമില്ല. പക്ഷേ അതിൻ്റെ അകത്തുനിന്ന് ദൈവം ചിലരെ മാറ്റി നിർത്തിയിട്ടുണ്ട്. അതുകൊണ്ട് 4-ാം സങ്കീർത്തനം 3-ൽ വായിക്കുന്നത്, യഹോവ ഭക്തന്മാരെ തനിക്കായി വേർതിരിച്ചിരിക്കുന്നു എന്നറിയുന്നു. അപ്പം ദൈവസഭയ്ക്കകത്ത് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന പാസ്റ്റർമാർ വിശ്വാസികൾക്കെതിരെ ഇങ്ങനെ തിന്മയുടെ ആ തീക്കനൽ വാരി വിതറുന്ന ഒരു സമൂഹത്തെ നോക്കിയിട്ട് പറയുകയാണ്, നിങ്ങളുടെ ഇടയിൽ കലഹം എവിടെ നിന്നാണ്? ഈ ഭാഗം നമ്മൾ പഠിച്ചാൽ 3 പ്രധാനപ്പെട്ട പദങ്ങൾ കാണാൻ കഴിയും. ഒന്ന്, ഈ കലഹം എന്ന് പറയുന്നത് ഉരുത്തുരിയുവാനുള്ള കാരണം. ഒന്ന്, സുഖങ്ങൾ, അകത്തുള്ള മോഹം, അത് സ്വാർത്ഥതയെ ഇങ്ങനെ പ്രസവിക്കുകയാണ്. രണ്ടാമത്തത് ചോദിക്കാത്തതാണ്. ഞാനെല്ലാം വിശദീകരിക്കുന്നില്ല, കാരണം പ്രാർത്ഥനയില്ല. പല ജനത്തിൻ്റെയും നടുവിൽ ഇന്ന് പ്രഹസനങ്ങൾ മാത്രമേ ഉള്ളൂ, പ്രാർത്ഥനയില്ല. ഇനി മൂന്നാമത്തെ, ഈ കലഹത്തിൻ്റെ അകത്തുള്ള മൂന്നാമത്തൊരു വിഷയം, തെറ്റായി ചോദിക്കുകയാണ്. കാരണം നിങ്ങളുടെ സുഖഭോഗങ്ങൾക്ക് വേണ്ടി ചിലവഴിക്കേണ്ടതിനാണ് പലരും ഇന്ന് പ്രാർത്ഥന എന്ന് പറയുന്നതിനെ ആയുധമാക്കി വെച്ചിരിക്കുന്നത്. ഇതിൻ്റെ ബാക്കി ഭാഗം നാളത്തെ പ്രഭാതത്തിൽ നമുക്ക് കേൾക്കാൻ. കണ്ണുകളെ അടയ്ക്കാൻ പ്രാർത്ഥിക്കാം. നല്ല ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, ജനത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന വലിയ അനുഗ്രഹമാക്കി തീർക്കണം. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ. എല്ലാവർക്കും നല്ലൊരു പ്രഭാതം നേരുന്നു. ക്രിസ്തുവിൽ നിങ്ങളുടെ പ്രിയ സഹോദരൻ പാസ്റ്റർ ജോസാമോ.